ഹായ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഒരു ഹൈദരാബാദി ബിരിയാണിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 4 ഗ്ലാസ് ബസ്മതി റൈസ് 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ പകുതിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഹാഫ് പോർഷൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി അടുത്ത ബാച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണ നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് എണ്ണയിൽ ഹാഫ് പോർഷനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവാള മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 3/4 ഭാഗം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നതിലേക്കും 1/4 ഭാഗം ഡെക്കറേഷനിലേക്കും വേണ്ടി മാറ്റി വെക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പുതിനയിലയും 1 കൈപ്പിടി മല്ലിയിലയും 1/4 കപ്പ് തൈരും 1 കഷ്ണം ലെമണിൻ്റെ ജ്യൂസും 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. എത്ര സമയം മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പട്ടയും പൂവും ഏലക്കയും ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ 80% കുക്കാകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് പശുവിൻ നെയ്യ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സൺഫ്ലവർ ഓയിലിൻ്റെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു 10 മിനിറ്റ് ഇളക്കി കുക്ക് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് നമുക്കിത് ചിക്കൻ വേവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ്റെ പോർഷന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. മുകളിൽ വീണ്ടും കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് മാറ്റി വെച്ചതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മഞ്ഞൾ കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഷ്ടമുള്ള റെഡ് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സിമ്മിലിട്ടിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.